പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ഉന്മേഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവമായ കർത്താവ് ഉറക്കം എഴുന്നേൽപ്പിച്ച് നമ്മളെ ബലത്തോടെ നിർത്തിയ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം ദൈവ വചന ധ്യാന ചിന്തയ്ക്കായി നമുക്ക് മാറ്റിവെക്കാം. ഇന്നത്തെ വചന ധ്യാനത്തിനായി 1 പത്രോസ് ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5:7 വായിച്ചു കേൾപ്പിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഈ വചനം ഒന്നുകൂടെ, ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അത്ര നിസ്സാരമായ ഒരു വാക്കല്ല. ഞാൻ ഈ വചനം എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഇന്ന് എഴുന്നേൽക്കുമ്പം ആകുല ചിന്തകളുമായിട്ട്, വേദനകളുമായിട്ട്, ഭാരങ്ങളുമായിട്ട്, അടുത്ത കാര്യം സാമ്പത്തിക വിഷയം എങ്ങനെ നടക്കും, എൻ്റെ തലമുറയുടെ കാര്യം എങ്ങനെ നടക്കും, ഈ രോഗത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും, 12 വർഷമായി കുപ്പിയും കുറുപ്പടിയും കുടയുമായിട്ട് ഏറിയ വൈദ്യന്മാരാൽ സഹിച്ച ഒരു സ്ത്രീയെ പോലെ 38 വർഷമായി ഒരു കുളത്തിൻ്റെ കരയിൽ സൗഖ്യത്തിന് വേണ്ടി മാത്രം കാത്തിരുന്ന ഒരു സ്നേഹിതനെ പോലെ വേദനയിൽ ഭാരത്തിലിരിക്കുന്ന പലരെയും ഇതിനകത്ത് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം. ഇന്ന് അവരോട് ആത്മാവിൽ ഈ തുടക്കത്തിൽ തന്നെ, പ്രഭാതത്തിൽ തന്നെ വാക്ക് പറയട്ടെ. ചിന്താകുലം ഉണ്ട്, പക്ഷേ നീ കൂട്ടിയാൽ കൂടത്തില്ല. നിന്റെ ചിന്താകുലത്തോട് ഒന്ന് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ, ഒരു മുടി കറുപ്പിക്കാനോ ഒരു മുടി വെളുപ്പിക്കാനോ, ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ നിന്റെ പൊക്കത്തോട് 1 ഇഞ്ച് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയാത്ത നീ കൂട്ടിയാൽ കൂടത്തില്ല. അതുകൊണ്ട് ചിന്താകുലം ദൈവത്തിന്റെ മേലേക്ക് ഇട്ടുകൊള്ളുവീൻ. അവൻ ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. ഹല്ലേലൂയ. ഇതൊരു ഹൃദയത്തിനകത്തേക്ക് ചിന്തയൊന്ന് വരട്ടെ. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. ഈ കരുതൽ, ആ വാക്കൊരു ഭയങ്കര കെയേഴ്സ് എന്നാ പറഞ്ഞത്. കെയേഴ്സ്, ദൈവത്തിന്റെ കരുതലിനെ കെയർ, നമ്മുടെ കരുതലിനെ കെയർ എന്നാണ്. ദൈവം കരുതും, നമ്മളെ കെയർ ചെയ്യും. ടേക്ക് കെയർ നമ്മളൊരു വാക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കും. ടേക്ക് കെയർ എന്ന കരുതല. ഈ കരുതലിന് ഒരു ഭയങ്കര അർത്ഥമുണ്ട് ദൈവത്തിന്റെ. പക്ഷെ കരുതൽ മനുഷ്യൻ കരുതും. നമുക്ക് വേണ്ടി കരുതി വെക്കും. നമുക്ക് വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി അപ്പനും അമ്മയും സ്കൂളിൽ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പനും അമ്മയും കരുതി വെക്കും. വീട്ടിൽ ഓടി വരുമ്പോഴത്തേനും അവിടെ ആഹാരം കരുതി വെക്കും. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി അധ്യാപകർ അവരുടെ അവരുടെ ആ റിവിഷൻ പേപ്പറുകൾ കരുതി വെക്കും. ഒത്തിരി കരുതലുണ്ട്. അപ്പൊ അമ്മമാരുടെ കരുതലുണ്ട്. കല്യാണത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി, അതേ പെൺമക്കൾക്ക് വേണ്ടി അപ്പന്മാരുടെ കരുതലുണ്ട്. തലമുറകൾക്ക് വേണ്ടി അപ്പന്മാർ വീട്, ഇങ്ങനെ കരുതലൊക്കെ ഉണ്ട്. ഈ കരുതലിനെല്ലാം ഒരു പരിമിതിയുണ്ട്. എല്ലാ സുഖ സൗകര്യങ്ങളും കരുതി വെച്ചിരുന്ന ഒരു സഹോദരി, എല്ലാ കാര്യങ്ങളും മക്കൾക്ക് കരുതി, അപ്പന് കരുതി, അമ്മയ്ക്ക് കരുതി, എല്ലാം കരുതിയ സഹോദരി, എല്ലാ കാര്യങ്ങളും നേരെയാൻ വിചാരിച്ചപ്പോ ആ വയറിനകത്തൊരു വേദന പോലെ വന്ന് കൊണ്ടുവന്ന് ചികിത്സ ക്യാൻസറാ, 4th സ്റ്റേജാ. ഈ കരുതലെല്ലാം എവിടെ പോയി? അപ്പൊ നമ്മുടെ കരുതലിന് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു കരുതലുണ്ട്, നമ്മുടെ തലമുറയെക്കുറിച്ചൊരു കരുതലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണമേ, ഒരു മിനിറ്റ് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചൊരു വാക്ക് പറയട്ടെ. നമുക്കറിയാവുന്ന ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവിനെ കുറിച്ച് നമുക്കറിയാം. അബ്രഹാം പിതാവിന്റെ അവിടെയാണ് ഈ ഗോഡ് കെയേഴ്സ് അല്ലെങ്കിൽ യഹോവ ജൈറെ, യഹോവയുടെ കരുതൽ എന്ന വാക്ക് വരുന്നത്. യഹോവയുടെ കരുതൽ എന്ന വാക്ക് വരുന്നത് അവിടെയാണ്. നമ്മൾ ആദ്യമായിട്ട് പഴയ നിയമത്തിൽ യഹോവ ഈരെ, യഹോവ ജൈറെ എന്ന വാക്ക് കേൾക്കുന്നത് അവിടെയാ. യഹോവയുടെ കരുതലിനെ കുറിച്ച് കേൾക്കുന്നത്. ഈ കരുതലിന്റെ വാക്ക് അകം ചുട്ടുപഴുത്ത് വേദനിച്ചു പുറത്തു വന്നൊരു വാക്കാ. എങ്ങനെയാണെന്നറിയാമോ? ഒരു രാത്രിയിൽ, ഒരു വൈകുന്നേര സമയം അബ്രഹാം ഇരിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ ഒരു അരുളപ്പാട്, അബ്രഹാമേ, അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയാൽ, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനാകുന്ന മകൻ ഇസഹാക്കിനെ തന്നെ മോറിയാമലയിൽ, അവിടെ ഞാൻ കാണിക്കുന്ന ഒരു മലയിൽ കൊണ്ട്, മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ട് യാഗം കഴിക്കണം. ഈ മനുഷ്യൻ കേട്ടപാടെ ദൈവത്തിന്റെ അരുളപ്പാട്, അടുത്ത അരുളപ്പാടിന് കാത്തിരിക്കുക. 100-ാമത്തെ വയസ്സിൽ കിട്ടിയ മകൻ, ഇവന് 10-15 വയസ്സ് പ്രായം കാണും. ഇവനെ കൊണ്ട് യാഗം കഴിക്കാനാ പറഞ്ഞിരിക്കുന്നത്. കൊഞ്ചിച്ചു കൊതി തീർന്നിട്ടില്ല, കണ്ണിന്റെ കൊതി തീർന്നിട്ടില്ല. ആ കൺകുളിർക്കെ കാണാൻ കഴിയാത്ത ഈ കുഞ്ഞിനെ, ലാളിച്ച് സ്നേഹിക്കുന്ന കുഞ്ഞിനെ യാഗം കഴിക്കാൻ
പക്ഷേ അവിടെ ഒരു ഷെയറിങ്ങോ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഭാര്യയോട് പോലും പറയാതെ 2 ബാല്യക്കാരെ കൂട്ടി അന്ന് രാത്രി അബ്രഹാമിനോട് ദൈവം സംസാരിച്ചില്ല, കാത്തിരുന്നു. ദൈവം സംസാരിക്കുമെന്ന് വിചാരിച്ച് ഒരു പക്ഷേ അബ്രഹാം കൂടാരത്തിനകത്ത് കാത്തിരുന്നിട്ടുണ്ടാകാം, പ്രാർത്ഥനാ മുറിയിൽ കാത്തിരുന്നു. ദൈവം സംസാരിച്ചില്ല. ദൈവത്തിനറിയാം. ഇന്ന് രാത്രി ഞാൻ ഈ പ്രഭാതത്തിൽ ചോദിക്കുമ്പോൾ ദൈവത്തിന് ആ വേദന അറിയാം. അബ്രഹാമിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ദൈവത്തിനറിയാം. അബ്രഹാമിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി താഴേക്ക് വീഴുമ്പോഴും ദൈവത്തിന് അറിയാമെങ്കിലും ദൈവം മനസ്സ് തിരിച്ചു കളഞ്ഞു. ഞാൻ പറയട്ടെ, ദൈവം കണ്ടില്ലേ? കണ്ണുനീര് കണ്ടു. കണ്ടിട്ടും എന്താ ദൈവം തമ്പുരാൻ പറയാതിരുന്നത്? ഞാൻ ഓർക്കാറുണ്ട്, ഞാനായിരുന്നെങ്കിൽ ചെന്നിട്ട് പറഞ്ഞാലേ, അബ്രഹാമേ നീ വേദനിക്കൊന്നും വേണ്ട, ഞാനൊരു ആടിനെ കുരുക്കിയിട്ടേക്കാം. തമ്പുരാൻ പറഞ്ഞില്ല. അത് നിൽക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പം ഈ മല, ഓറിയ മല ചവിട്ടി കയറുമ്പോൾ അവിടെ വേദനപ്പെടുത്തുന്ന, ഹൃദയം പൊട്ടുന്ന, ചങ്കു പൊട്ടുന്ന ഒരു ചോദ്യം കൊച്ചു ചോദിക്കുന്നുണ്ട്. കൊച്ചൻ ചോദിക്കുന്ന ചോദ്യം ഇതാ, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? യാഗത്തിനുള്ള മൃഗം എവിടെ? യാഗം കണ്ടിട്ടുള്ള കൊച്ചൻ ചോദിച്ചു. ചങ്കു പൊട്ടുന്ന അബ്രഹാം വിചാരിച്ചു അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉറക്ക കരയാം. മോനെ, നിന്നെയാണ് യാഗത്തിന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇല്ല, പറഞ്ഞില്ല. ആ മനുഷ്യൻ കൺട്രോൾ ചെയ്തു. ഇതിന്റെ പേര് സെൽഫ് കൺട്രോൾ എന്നാ, ഇന്ദ്രിയജയം. അദ്ദേഹം തന്റെ വികാരത്തെ കൺട്രോൾ ചെയ്തു, തന്റെ വേദനയെ കൺട്രോൾ ചെയ്തു. കൺട്രോൾ ചെയ്തിട്ട് അദ്ദേഹം പൊട്ടിക്കരയണോ അതോ മകനെ കെട്ടിപ്പിടിക്കണോ അല്ല, വികാരവും കൺട്രോൾ ചെയ്ത് അതിനെ സെൽഫ് കൺട്രോൾ ചെയ്തിട്ട്, പൗലോസിന്റെ ഭാഷയെ പറയുന്ന ഇന്ദ്രിയജയം എടുത്തിട്ട് അദ്ദേഹം വാ തുറന്ന് ഹൃദയം അടക്കി ഒരു വാക്ക് പുറത്തേക്ക് വന്നു. അതാ കത്തുന്ന ഹൃദയം ചുട്ടുവഴിച്ച് ഹൃദയം പൊട്ടിത്തകർന്ന് പുറത്തു വന്ന വാക്ക, യഹോവ ഈരേ മകനെ, യഹോവ കരുതിക്കൊള്ളും. കൊച്ചന് അർത്ഥം മനസ്സിലായില്ല. ഭൂമിശാസ്ത്രപരമായിട്ട് പുലിയും സിംഹവും ഒക്കെ ഉള്ള ആ കാട്ടിനകത്ത് ഒരു ആടിനെ കുരുക്കിയിടുന്ന എങ്ങനെ നടക്കുമാണ്? മനുഷ്യവാസമില്ലാത്ത സ്ഥലം, എങ്ങനെ ആട് വരും? ഇവന് മനസ്സിലായില്ല. അവൻ മനസ്സിലാക്കണമെന്നിട്ട് ആ പിതാവ് ആഗ്രഹിച്ചുമില്ല. ഒന്നേ ഉള്ളൂ, യഹോവ ഈരേ. ഇങ്ങനെ മേളിലോട്ട് കയറിപ്പോയി. അവിടെ നീ ശ്രദ്ധിച്ചു കേൾക്കണമേ. യാഗപീഠം അടുക്കിക്കൊണ്ട് കല്ലടിക്കുമ്പോ ദൈവത്തിന്റെ കരുതൽ കണ്ടില്ല. അപ്പൊ ദൈവത്തിന്റെ കരുതൽ കണ്ടില്ല. കല്ലടുക്കി കഴിഞ്ഞു. വിറകടുക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ കണ്ടില്ല. വിറകടുക്കുമ്പോൾ കണ്ടില്ല. കൊച്ചനെ കയ്യും കാലും കെട്ടി യാഗപീഠത്തിന്റെ മുകളിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ കണ്ടില്ല. ഇനിയും വാൾ ഉയർത്തി ഈ ശരീരവും കുഞ്ഞിന്റെ ശരീരവും വാളുമായിട്ട് ഒരു നിമിഷമില്ല, നിമിഷത്തിന്റെ ഒരു അംശം മാത്രമേ ഉള്ള സമയത്ത് ദൈവം തമ്പുരാൻ വിളിച്ചു, അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാം ചെയ്യുമെന്ന് മനസ്സിലായി. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. കഴിച്ചു. അബ്രഹാം ദൈവം അത് കഴിച്ചതായി അംഗീകരിച്ചു. എന്നിട്ട് ഈ കൊച്ചിനെ എടുത്തു. തിരിഞ്ഞു നോക്കും. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യഹോവയുടെ ഒരു കരുതൽ. ഒരാട്ടുകൊറ്റൻ കുരുങ്ങിക്കിടക്കുന്നു. ഒരാട്ടുകൊറ്റൻ, അതേ കൊമ്പുകൾ കുരുങ്ങി ആ കാട്ടിനകത്ത് ഒരു ആട്ടുകൊറ്റൻ കുരുങ്ങിക്കിടക്കുന്നു. ആടിനെ എടുത്ത് യാഗം കഴിച്ചു. ഇവിടെയല്ല എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ ഒന്ന് തെളിയിക്കട്ടെ യഹോവയുടെ കരുതൽ. ഇനി എൻ്റെ ഭാവനയില, പക്ഷേ ഇതിന് മറുപടി ഏതാ? എന്തുകൊണ്ടാ 3 ദിവസം അബ്രഹാമിനെ പരീക്ഷിച്ചത്? മലയിറങ്ങി തിരിച്ചു വരികയാ, കൊച്ചും അപ്പനും കൂടെ മലയിറങ്ങി തിരിച്ചു വരികയാ. എൻ്റെ ഭാവനയിലാണ് കേട്ടോ. പക്ഷെ അത് തന്നെയാ കാര്യം. കൊച്ചൻ പറഞ്ഞു, അപ്പനോട് പറഞ്ഞില്ലേ യഹോവ ഈരേന്ന്? അതെ, യഹോവ ഈരേന്ന് പറഞ്ഞല്ലോ. നീ കണ്ടല്ലോ കുഞ്ഞെ, യഹോവയുടെ കരുതൽ കണ്ടില്ലേ? ആടിനെ കുരുക്കിയിട്ട് അപ്പനോട് പറഞ്ഞു. ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പ യാഗത്തുള്ള മൃഗം എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പന്റെ മുഖവും ഭാവവും കണ്ടിട്ട് എനിക്ക് പിന്നെ ചോദിക്കാൻ തോന്നിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പച്ചാ, ഈ സിംഹവും പുലിയും ഒക്കെയുള്ള മലയുടെ മുകളില് അപ്പം പറഞ്ഞില്ലേ യഹോവ ഈരേ എന്ന്? യഹോവ ഈരേ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ലെങ്കിലും അപ്പൻ ഒന്നും അറിയാതെ അപ്പന്റെ ഇന്ന് വരെ സൺഡേ സ്കൂൾ കഥ പോലെ അപ്പനിങ്ങനെ എന്നെ 100ാമത്തെ വയസ്സിൽ കിട്ടിയെന്നും ദൈവത്തോട് വാഗ്ദത്തമാണ് ഇതൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ദൈവത്തെ ഞാൻ കേട്ടുള്ള അറിവായിരുന്നു. ഇന്നെനിക്ക് മനസ്സിലായി, ടേസ്റ്റ് ചെയ്തറിഞ്ഞു അപ്പന്റെ ദൈവം ആരാണെന്ന്. അപ്പന്റെ ദൈവം യഹോവ ഈരേ എന്ന് അപ്പൻ പറഞ്ഞാൽ അപ്പൻ പറയുന്നിടത്ത് കരുതാൻ വിശ്വസ്തനായ കരുതുന്ന ദൈവമാണെന്ന് അപ്പന്റെ ദൈവം എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാനൊരു വാക്ക് കൂട്ടി ആഡ് ചെയ്യട്ടെ, ചേർത്ത് പറയട്ടെ. അപ്പന്റെ ദൈവം ഇനി എന്റെ ദൈവമാ. ഞാൻ അറിഞ്ഞു അപ്പന്റെ ദൈവം ആരാണെന്ന്. ഹല്ലേലൂയ. ഇത് വായിക്കുന്നുണ്ട്. ഇസഹാക്കിനോട് പിന്നീട് പറഞ്ഞു, ക്ഷാമകാലത്ത് മിസ്രൈമിലേക്ക് പോകണ്ടാന്ന്. ഇസഹാക്ക് പോയില്ല. അപ്പന്റെ ദൈവം ഈ ദൈവമായിട്ട് ആ ഇസഹാക്ക് എന്ന് പറയുന്ന പയ്യൻ ഏറ്റെടുത്തു. കാര്യമെന്ന തലമുറയെ യഹോവയുടെ കരുതൽ അറിയാൻ ഒരു വേദനയിൽ കൂടെ, ഒരു സങ്കടത്തിൽ കൂടെ പോയെന്ന് വരാം.
ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ, അബ്രഹാം വിശ്വാസത്തോടെ കണ്ണും കാണാതെ ഈ മല ചവിട്ടിക്കയറുമ്പോൾ ശൂന്യതയിൽ നോക്കിക്കൊണ്ട് യഹോവ ഈരെ എന്ന് പറയുമ്പോൾ മലയുടെ മറ്റേ ഭാഗത്ത് നിന്ന് യഹോവയുടെ ഈരെ, യഹോവയുടെ കരുതൽ ഈ അബ്രഹാമിന് വേണ്ടി ഒരു പക്ഷേ കയറി വരിക. അതുകൊണ്ടല്ലേ കല്ലടിക്ക് ആടിനെ കാണാഞ്ഞത്? അതുകൊണ്ടല്ലേ കൊച്ചനെ പിടിച്ച് കിടത്തിയപ്പോഴും യാഗം ആ വിറകടിച്ചപ്പോഴും ആടിനെ കാണാതിരുന്നത്? യഹോവയുടെ കരുതൽ. നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത്, നീ പ്രതീക്ഷിക്കുന്ന വഴിയിലല്ലാതെ, നീ പ്രതീക്ഷിക്കുന്ന ഇടത്തിലല്ലാതെ നിനക്ക് വേണ്ടി കയറി വരുന്നത് ദൈവത്തിന്റെ കുഞ്ഞെ, നീ ആത്മാവിൽ ഒന്ന് തിരിച്ചറിഞ്ഞ് യഹോവയുടെ കരുതൽ. ഹല്ലേലൂയ. യഹോവയുടെ കരുതൽ നിനക്ക് വേണ്ടി, യഹോവയുടെ കരുതൽ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? പത്രോസ് അത് ഒന്ന് ഉദ്ധരിച്ച് പറയുക, അവൻ അതെ 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 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. അങ്ങ് മുമ്പൊരു വാക്യമുണ്ട്, അവൻ തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കഴി കാത്താണിരിപ്പീൻ. അടുത്ത വാക്ക്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. നീ കൂട്ടിയാൽ കൂടാത്തയിടത്ത്, ആ കാനാവിലെ കല്യാണ വീട്ടിൽ അവരെല്ലാവരും കൂടെ ചേർന്ന് കൂട്ടിയാൽ കൂടാത്തയിടത്ത് യേശു കർത്താവ് ഇറങ്ങിച്ചെന്ന് കർത്താവിന്റെ കരുതൽ. ഇന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചേ കുഞ്ഞെ, നിനക്ക് വേണ്ടി യഹോവയുടെ കരുതലുണ്ട്. അവൻ ദൈവം നിനക്കായി കരുതുന്നതാകിയാൽ നിന്റെ തലമുറയ്ക്ക്, നിന്റെ വീടിന് ഒന്നും കാണാത്തയിടത്ത് വിശ്വാസത്തിന്റെ വാക്ക് നീ പറ, യഹോവ ഈരെ, യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും മകനെ, യഹോവ കരുതും, യഹോവ കരുതും. വിശ്വാസത്തോടെ പറഞ്ഞു, കർത്താവ് നിനക്ക് വേണ്ടി ജോലി, നിനക്ക് വേണ്ടി ജോലി, നിനക്ക് വേണ്ടിയത് കർത്താവ് കരുതുന്നു. ഹല്ലേലൂയ. കരുതുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം കണ്ണുകൾ അടച്ചിരിക്കുന്ന ഈ ജനത്തെ ഞാൻ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു. കരുതുന്ന ദൈവം യഹോവ നിനക്കായി കരുതിക്കൊള്ളും മകനെ. ഖാനാവിലെ കല്യാണ വീട്ടിൽ കരുതിയ ദൈവം, ഇസഹാക്കിന് വേണ്ടി ആടിനെ, അബ്രഹാമിന് വേണ്ടി മോറിയ ബലിയിൽ ആടിനെ കരുതിയ ദൈവം ഈ ജനത്തിന് വേണ്ടി കരുതുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൂട്ടായ്മയിൽ കർത്താവെ എന്റെ പ്രാർത്ഥന പോരാളികളായിരിക്കുന്ന സകലപരെയും ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ കരുതുന്നു. ജനത്തിന് ഈ ശബ്ദം കേൾക്കുന്ന സകലപരെയും അനുഗ്രഹിക്കുന്നു. അവൻ കരുതുന്നു. ദൈവത്തിന്റെ കരുതൽ, യഹോവയുടെ കരുതൽ ഈ ജനത്തിന് അങ്ങനെ തന്നെ കൈമാറുന്നു. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ കരുതൽ, സാധ്യതകളുടെ അപ്പുറത്ത് കർത്താവിന്റെ കരുതൽ ജനത്തിന് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കാൻ നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകലമായ മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. യഹോവ കരുതുന്നവൻ ബലത്തോടെ ശക്തിയോടെ ഈ ദിവസം നമുക്ക് ആയിരിക്കാം. കർത്താവിന്റെ കരുതൽ അനുഭവിക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.